റയാൻ എന്റെ സുഹൃത്തല്ല, താത്ത എന്റെ സുഹൃത്തല്ല, രചന എന്റെ സുഹൃത്തല്ല, അയ്യോ പിഷാരടി എന്റെ സുഹൃത്തല്ല. എന്താ അമ്മാവ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഈ അടുത്ത ദിവസം ഒരു സിത്തനെ കണ്ടിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം. ആ പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ വായിച്ചു കേൾപ്പിച്ചു. അതായത് നമ്മുടെ നല്ല കാലത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നവരൊന്നും നമ്മുടെ സുഹൃത്തുക്കളല്ല, അല്ലെന്നോ? ആപത്ത് കാലത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അല്ല, ഇതെന്റെ നല്ല കാലമാണല്ലോ. അതെ. അപ്പൊ നല്ല കാലത്ത് ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളാണല്ലോ. അതെ. അതുകൊണ്ട് നിങ്ങൾ എന്റെ സുഹൃത്തുക്കളല്ല. അപ്പൊ ഇതാണ് അമ്മാവന്റെ നല്ല കാലം? അതെ. ഓ, ഇത് നല്ല കാലമാണെങ്കിൽ മോശം കാലമൊക്കെ എന്തായിരിക്കും അമ്മാവ അനുഭവിച്ചു കൂട്ടിയത്? ആ സിദ്ധന്റെ നമ്പർ ഒന്ന് കിട്ടുമോ? എന്തിനാ? ആ സിദ്ധനെ ഒന്ന് ഓർത്തോനെ കാണിക്കാനാ. ശരടി, മോശം കാലത്ത് എന്നെ സഹായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, കുട്ടപ്പൻ. അവൻ മാത്രമാണ് എൻ്റെ സുഹൃത്ത്. അതന്നെ, ഞങ്ങളൊന്നും ചെയ്യാത്ത എന്ത് സഹായം ഈ കുട്ടപ്പൻ നിങ്ങൾക്ക് ചെയ്തേക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ. എല്ലാ മാസം 1-ാം തീയതി മദ്യം കിട്ടാണ്ട് വരുമ്പോ അവൻ ചെത്തി എനിക്ക് കള്ളുകൊണ്ട തന്നെ കുടിപ്പിക്കുമായിരുന്നു. ആ സൈസ് സഹായം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, സഹായം തള്ളിപ്പോയി പറഞ്ഞത്. അവൻ ഈ കഴിഞ്ഞ ദിവസം ചെത്താൻ കയറി കഴിഞ്ഞപ്പോ അവൻ ആ കടന്നൽ പിടിച്ച് കുത്തി. അയ്യോ, അവനൊരു അപകടം പറ്റി. അതിന്റെ സങ്കടമാണ് നിങ്ങൾക്ക്? അതിന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കണം. പക്ഷെ അതിന് പാട്ട് പാടുവോ? എന്തോ പാട്ട് പാടാറുണ്ടോ? ഓ, എനിക്കങ്ങനെ പാട്ട് പാടി സഹായിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ഞങ്ങളിപ്പോ വഴിയോരത്തൊരു ഗാനമേള നടത്തുന്നുണ്ട് അവന് വേണ്ടിയിട്ട് ഒരു സഹായത്തിലേക്ക്. അപ്പൊ അന്നൊരു പാട്ട് പാടണമെങ്കിൽ ഞാൻ വേണേ എന്തായാലും, അല്ലാതെ ഞാനൊരു രചനയൊക്കെ ഒരു പൈസയായിട്ട് തരാം. നിങ്ങൾ തന്നെ പാടിയാൽ മതി. വഴിയോരത്ത് നിങ്ങൾ പാടുന്നുണ്ട്? പാടുന്നുണ്ട്. കാരണം അവനെ സഹായിക്കണം. എനിക്ക് കള്ള് വേണമല്ലോ 1-ാം തീയതി. അപ്പൊ അതേ പറ്റുള്ളൂ. എന്നാ ആ പാട്ടൊന്ന് കേക്കട്ടെ. പാടാം. കുട്ടപ്പൻ ചെത്തുവാ തെങ്ങിന്മേൽ കേറുമ്പോ ആഹാ ആ കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. വേദന കൊണ്ടു പുളയും നേരത്തവൻ ഊർന്നങ്ങു താഴെയെത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. അവൻ ഊർന്നങ്ങു താഴെയെത്തി. ചൊറിഞ്ഞെണ്ണം ചൊറിഞ്ഞെണ്ണം ദേഹത്തു തട്ടുമ്പോൾ ചൊറിയുന്ന ഫീലു തോന്നി. കവിളത്തും മൂക്കത്തും ചുണ്ടിൻ വരമ്പത്തും ബോളുപോൽ വീർത്തുരുണ്ടു. വേദന കൊണ്ടവൻ ഓടുന്ന നേരത്ത് കാലിന്മേൽ തേളുകുത്തി. അക്കാര്യം ചൊല്ല വീട്ടിലേക്കോടുമ്പോൾ തലമണ്ടേൽ കാക്ക കൊത്തി. കുട്ടപ്പൻ ചെത്തുവാൻ തെങ്ങിന്മേൽ കേറുമ്പോൾ ഓലക്കടന്നൽ കുത്തി. അവൻ ഊർന്നങ്ങു താഴെയെത്തി. കുട്ടപ്പൻ സഹായനിധിയിലേക്ക് എല്ലാവരും ഉദാരമായ സംഭാവന തന്ന് സഹായിക്കുക. താങ്ക് യു. 10 രൂപ കൊടുക്കാന്ന് വെച്ചതാ. ഇവന്റെ പാട്ട് കാരണം കൊടുക്കാനും തോന്നല്ല. Once Upon a Time സീസൺ 4-ലെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രനേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.